ഞാൻ 2 വാക്ക് പറയാം. ശരിയാകത്തുള്ളൂ. അല്ലേ? പൂഞ്ചോല ഗ്രാമത്തിലെ പുഞ്ചിരി പഞ്ചായത്തിലെ 5 കണ്ണെഴുതിയ ചഞ്ചലാക്ഷിമാരെ, വഞ്ചിരിയുടെ പ്രതീകമായ യുവാക്കളെ, കൊഞ്ചുപോലെ വളഞ്ഞിരിക്കുന്ന കളവന്മാരെ, നിങ്ങളോടൊക്കെ എനിക്ക് ഒരു വാക്കേ പറയാനുള്ളൂ. സമയം ഇപ്പോൾ എത്രയായി? 10 മണിക്ക് നടക്കേണ്ട ഈ പൊതുസമ്മേളനം 11 മണിയായിട്ടും തുടങ്ങിയിട്ടില്ല. അതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത്ര കൃത്യനിഷ്ഠയില്ലാത്ത ഈ ഭരണപക്ഷത്തെ ഇവിടുന്ന് തുറച്ചു മാറ്റണം എന്താണ് എനിക്ക് പറയാനുള്ളത്. ശരിയാണ്, നമ്മുടെ ഈ പഞ്ചായത്തിൽ നേതാവ് പറഞ്ഞത് വളരെ ശരിയാണ്. പല ഉത്തരവാദിത്തങ്ങളും മാറ്റിവെച്ചതിന് ശേഷമാണ് നമ്മൾ ഇവിടെ ഇന്ന് കൂടി വന്നിരിക്കുന്നത്. എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നമ്മുടെ ഉത്തരവാദിത്വം പോലും ഇവിടുത്തെ എന്തപ്പൻ നേതാവിൽ ഇല്ലല്ലോ എന്ന് ഞാൻ ഓർത്തു പോവുകയാണ് പ്രിയമുള്ളവരെ. എടാ തോമാച്ച, നീ തന്നെ അറിഞ്ഞോണ്ട് ഈ കടന്ന് സംസാരിക്കുന്നത്? എടാ, ഒരു പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഭയങ്കര തിരക്ക് കാണും, അതുകൊണ്ടാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു തിരക്ക് എനിക്കാണ് പിന്നെ നിനക്ക് ചൊറിഞ്ഞു കയറി. എടാ, ഒരു പ്രസിഡന്റ് ആയിട്ട് കുറച്ച് നാൾ ഇരുന്ന് നോക്കണം, അന്നേരം അറിയാം അതിന്റെ ബുദ്ധിമുട്ട് കേട്ടോ. വലിയ ആൾ കളിക്കരുത്. സമയത്തിന്റെ ഒരു വില. എടാ രായപ്പ, ഈ പഞ്ചായത്ത് പ്രസിഡന്റും ഭാര്യയും കൂടെ വല്ല ഷോപ്പിങ്ങിനും പോയി കാണും. അതിന്റെ ഒരു ശരി. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്ന് മാർത്തരട്ടെ. ഈ പഞ്ചായത്ത് എങ്ങനെ ഭരിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ആ കസേരയൊന്ന് ഞങ്ങൾക്കിതാ. ഇത് അന്നേരം കാണിച്ചു തരാൻ ഭരിക്കുന്നത് എങ്ങനെയാണ്? പശുവോട്ട് പുല്ല് തിന്നത്തുമില്ല, പട്ടിയെ കൊണ്ടോട്ട് തീറ്റിക്കത്തും ഇല്ല. പഴഞ്ചൊല് മാറിപ്പോയി. ആവേശം കൊണ്ട് പറഞ്ഞതാ നേതാവേ. അങ്ങനെയല്ല, പട്ടിയോട്ട് തിന്നത്തുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തുമില്ല. എനിക്കൊരു മീറ്റിംഗ് ഉള്ള, ഞാനിങ്ങോട്ട് പോവാ. അയ്യോവേ, ഞാൻ ആ പശുവിനെ ആ തോട്ടിലിട്ടാ പോകുന്നത്. എനിക്ക് പശുവിനെ കുളിപ്പിക്കണ്ട, ഞാൻ പോവാ. നിങ്ങൾ ഇവിടുന്ന് എന്നാ വേണേലും കാണിച്ചു കാണാൻ വരുന്ന എനിക്കങ്ങ് പോണം. ഞാനാ എന്നെ എന്തിനാ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്? ഞാൻ ആസ്പത്രിയിൽ വന്ന ഞാനാ, എന്നെയും പിടിച്ചു പോയി. എന്തിന്റെ കാര്യത്തിനായത്? എനിക്കങ്ങ് പോണം. ചേട്ടനത് പറയാ, അവന്മാരവിടെ ഓരോന്ന് അടിച്ചോണ്ടിരിക്കുക. എനിക്ക് അങ്ങോട്ടൊന്ന് പോണം. ചേട്ടാ, ഞാൻ വണ്ടിയും കൊണ്ട് പോവാ. എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകണം. ഞാൻ പറയുന്നത് കേൾക്ക്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പുഞ്ചിരിപുരം പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റായി ഞാൻ ഭരിക്കുകയാണെങ്കിൽ ഈ നാട്ടിൽ തൊഴിലില്ലാതെ നടക്കുന്ന ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും തൊഴിലിന് വേണ്ടി ഞാൻ വായ്പ എടുത്തു കൊടുക്കുന്നതാണ്. വായ്പ എടുത്തു കൊടുക്കുന്നതാണ്. അയ്യോ, അങ്ങോട്ട് നോക്കിയേ, നമ്മുടെ പ്രസിഡന്റും പത്നിയും ദേ വരുന്നു. എല്ലാരും എത്തിയോ? പ്രസിഡന്റ് എന്ത് പണിയാ കാണിച്ച്? ഞങ്ങൾ ഇവിടെ വന്നിട്ട് മണിക്കൂർ 2 ആയി, അറിയാമോ? എടാ, എനിക്ക് പഞ്ചായത്തിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? എടാ, എനിക്ക് എന്റെ കുടുംബത്തിന്റെ കാര്യം നോക്കണം. എടാ, നീ വന്ന് നോക്കൂ. പഞ്ചായത്തിന്റെ കാര്യം നോക്കാൻ പറ്റത്തില്ലല്ലേ? ആ കസേര അങ്ങ് ഒഴിഞ്ഞേര്. ഐഡി, നീ ആ കസര ഒഴിഞ്ഞേ. അയ്യോ, കുടുംബത്തിന്റെ കാര്യം അല്ല പറഞ്ഞത്, പിന്നെ പ്രസിഡന്റിന്റെ കാര്യമോ പറഞ്ഞത്? എന്റെ കാര്യമോ? എടാ, എന്നാ ചെയ്യാനാ, ശീലമായി പോയി. ഞങ്ങളുടെ വീട്ടിലെ ജോലി നോക്കോടോ. ശാന്ത അല്ല, പിന്നെ അവളി നമ്മുടെ പഞ്ചായത്തിലുള്ളതാണല്ലോ. എന്തിങ്ങനെ ഈ പറഞ്ഞൊക്കെ നിങ്ങളുടെ വീട്ടിൽ മതി, ഇവിടെ വേണ്ട. എടി പൊടി, നിന്റെ വീട്ടിൽ പോയി വിളിച്ചാ മതി. ശാന്ത
ആരാണ് ഈ സംസാരിക്കാൻ? പ്രസിഡന്റിന്റെ ഭാര്യയൊക്കെ വീട്ടിൽ അത് അങ്ങ് അവിടെ സംസാരിച്ചാ മതി, ഇവിടെ വേണ്ട. മനസ്സിലായോ? പിന്നല്ല അല്ല പിന്നെ അതല്ലേ. എന്തിനാണ് ഈ അടിയന്തര പൊതുയോഗം വിളിച്ചു കൂട്ടിയെന്ന് എനിക്കറിയണം. രാത്രി സമയങ്ങളിൽ നമ്മുടെ ഈ പഞ്ചായത്തില് ഒരു പ്രേതം അലഞ്ഞിരിഞ്ഞ് നടക്കുന്നതായിട്ടൊരു അറിവുണ്ട്. അതാണ് ഇവിടുത്തെ പ്രശ്നം. എങ്ങനെ പ്രേതം നീ ആടി ശാന്ത്? എന്റെ ഭാര്യയല്ല അവൾ ഇവിടെ അവളുടെ ഡൽഹിയിലായിരുന്നു. പിന്നെ അതൊക്കെ പോട്ടെ, ഈ പ്രേതത്തെ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാ പഞ്ചായത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ട്, പക്ഷെ അടുത്ത് നിന്ന് ആരും കണ്ടിട്ടില്ല. അടാ, ഏത് സ്ഥലത്ത് വെച്ചാണ് ഈ പ്രേതത്തെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്? അത് പിന്നെ നമ്മുടെ ഈ ഷർലയുടെ വീടിനടുത്ത് വെച്ചാണ് പലരും കണ്ടിട്ടുള്ളത്. പ്രേതം കാരണം രാത്രിയിൽ നിന്ന് വെളിയിലിറങ്ങണത്തിന്റെ പേടിയാ. എന്തിനേറെ ഒന്ന് മൂത്രമൊഴിക്കണത്തിന്റെ പേടിയാ. ദൈവമേ, കഴിഞ്ഞ ആഴ്ച ഞാൻ ചരട് ജപിച്ച് എന്റെ അരക്കിട്ടിരുന്നു. അതുകൊണ്ട് എനിക്ക് പേടിക്കണ്ട. അപ്പൊ അത് ശരി, ഈ പ്രേതത്തല്ലോ ഇതല്ല മറ്റേ പ്രേതം നിനക്കും പേടിയാണോ? ഈശ്വര, ഒരു പഞ്ചായത്തിൽ പോയി ഇതുപോലെ പ്രേതത്തെ കണ്ടിട്ടില്ലല്ലോ. ഈ പഞ്ചായത്തിൽ പ്രേതം ഇറങ്ങിയതിന്റെ സകലമായ ഉത്തരവാദിത്വം നമ്മുടെ പ്രസിഡന്റ് മാത്രമായിരിക്കും. ഞാനെന്നാ ചെയ്യാനാ? പ്രസിഡന്റ് ഒന്നും പറയണ്ട, ആ കസേര നിങ്ങൾ ഇറങ്ങി തന്നാ മതി, ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അതെ തോമാച്ചൻ പറഞ്ഞത് അതിന്റെ ഒരു ശരി അല്ലേ? അല്ലേ? നിങ്ങൾ എന്നാ കൊടുത്തോന്നേ പറഞ്ഞേ. തോമാച്ചൻ വന്നപ്പോ വേറെ പോലെ പണി നോക്കും. ഇവിടെ എന്നാ ചെയ്യണമെന്ന് പ്രസിഡന്റ് തീരുമാനിക്കും കേട്ടോ. എടാ ഞായപ്പോ നീ നിന്റെ ചായക്കടയിലെ കാര്യം നോക്കിയാ മതി, ഇവിടുത്തെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. എന്താണ് പറഞ്ഞോട്. പ്രസിഡന്റ് ആളാണെങ്കിലേ നിനക്കും കൊള്ളാം. ദേ ഞങ്ങളുടെയിലോട്ട് പറയണം പറട്ടെ, പഞ്ചായത്തിൽ നിന്റെ ചായക്കടയിൽ തൂരക്കളയും പറഞ്ഞേക്കാം. ഞാൻ തന്നെ നേതാവും കൂടി എന്റെ ചായക്കടയിലോട്ട് പോവാ. അന്നാണ് ഞാൻ പണി ഒപ്പിച്ചത് കേട്ടോ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കടിപിടി കൂടണ്ട. എടാ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പറഞ്ഞ് പരസ്പരം പരിഹാരം ഉണ്ടാക്കാം. അല്ലേ ശാന്ത്? ഈ പഞ്ചായത്തിൽ ഇറങ്ങി നടക്കുന്ന പ്രേതത്തെ പിടിക്കാൻ പ്രസിഡന്റിന് പറ്റുമോ ഇല്ലയോ അത് പറ. പ്രസിഡന്റ് പറ്റുകയാണെങ്കിൽ പറയുന്നേ, ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അതേന്ന് അല്ലേ? നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോ തന്നെ പ്രേതം ഇങ്ങനെ നിന്ന് തരുമല്ലേ, എന്നെ പിടിച്ചോളാൻ പറഞ്ഞോണ്ട്. വല്ല നടക്കുന്ന കാര്യം പറയാം. എന്റെ ഞങ്ങളങ്ങോട്ട് ചെല്ലുമ്പോ പ്രേതം നിന്ന് തരും, നിനക്ക് കാണണം. എടോ, താൻ എന്തിനാ അവരോട് ചൂടാകുന്നത്? എടോ, അവൻ പറഞ്ഞ കാര്യമില്ലേ? പിന്നെ ഇതിന് എങ്ങനെ പിടിക്കാവുന്ന താൻ പറയുന്നത്? ഇക്കാര്യത്തിലെങ്കിലും നമ്മൾ ഒന്നിച്ച് നിൽക്കണം, എങ്കിലേ ഈ രാത്രിയിൽ അലഞ്ഞു നിൽക്കുന്ന പ്രേതത്തെ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഒരു ശരി. എങ്ങനെ ഇതിനെ നമ്മൾ പിടിക്കും? ആരെങ്കിലും ഇതിനെ കണ്ടിട്ടുണ്ടോ? അല്ല, എങ്ങനെ ആയിരിക്കും ഇതിന്റെ രൂപം? ഒരു നാട്ടിലില്ലാത്തൊരു പ്രശ്നമാണല്ലോ എന്റെ പഞ്ചായത്തിൽ വന്നിരിക്കുന്നത്. ആട്ടെ, രാത്രി ഉറക്കളയ്ക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ 24 മണിക്കൂറിനകം ഈ പ്രേതത്തെ നമുക്ക് പിടിക്കാം. റെഡിയാ. പിന്നെ എങ്ങനെങ്കിലും ഈ പ്രേതത്തെ പിടിച്ചു കഴിഞ്ഞാൽ 5 വർഷവും എനിക്ക് കസേര കുത്തിയിരിക്കാം. അല്ലേ ശാന്ത? അല്ല, ഫോട്ടോയും വാർത്തയും വരും. അതെന്നും വരുന്നതാണല്ലോ. പുഞ്ചിരി പഞ്ചായത്തിലെ പ്രേതത്തെ പ്രസിഡന്റും നാട്ടുകാരും ചേർന്ന് പിടിച്ചു എന്ന് വാർത്തയും വരും. എന്നിട്ട് വേണം എനിക്കൊന്ന് വിലസാൻ. ശാന്ത്, അത് പിന്നീടുള്ള കാര്യങ്ങളല്ലേ, അത് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ ഭരിക്കുകയാണെങ്കിൽ ഇവിടെ പ്രേതമല്ല യക്ഷി വന്നാലും ഞങ്ങൾ പിടിച്ചു കെട്ടും. അല്ലേ തോമാച്ച? അപ്പൊ നമ്മളെല്ലാവരും ഇത് ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് രാത്രി ഉറക്കളച്ച് ഈ പ്രേതത്തെ പിടികൂടുന്നു. എന്താ, ആർക്കെങ്കിലും പേടിയുണ്ടോ? ഇല്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ യോഗം നമുക്ക് ഞാനെന്നെ പിരിച്ചു വിടുന്നു. ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, നമുക്ക് ആ രായപ്പന്റെ ചായക്കടന്ന് പറയാൻ ചായ കുടിച്ചാലോ? കേട്ടോ ടോമിച്ച, ഞാനിവിടെ ഈ പണിയും കൂലിയും ഒന്നും ഇല്ലാതെ നടന്നൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളെ സഹായിക്കാനൊന്നും വേറെ ആരും വന്നിട്ടൊന്നുമില്ല. എനിക്ക് ഈ കട തുടങ്ങാനും ഇക്കട സാധനം എല്ലാം മേടിക്കാനും സഹായം എല്ലാം ചെയ്ത് ഈ പഞ്ചായത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ പ്രസിഡന്റ് അങ്ങനെ കണ്ടിട്ട് പലരും കിടന്ന് ചാടുകയും തുള്ളുകയും മറിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് ഈ സഹായം ചെയ്ത ആ പ്രസിഡന്റ് എനിക്ക് തള്ളി പറയാൻ പറ്റുമോ? ഞാൻ തള്ളി പറയത്തുമില്ല. ടോമിച്ച് ചായ കുടി, ഒരു പഴം കൂടെ ആയിക്കോട്ടെ. ഇതിന്റെ പുറകെ ചാടി നടന്നത് വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ സ്ഥാനമാനങ്ങൾ കിട്ടണമെങ്കിൽ അതിന്റെ ഒക്കെ ഓരോ ഭാഗ്യം വേണം. അത് തന്നെ അതിന് യോഗ്യത വേണം. അതാണ് മെയിനായിട്ട് വേണ്ടത്. അതില്ലാത്തവന്മാരെ ചാടിയിട്ട് ഒരു കാര്യമൊന്നും ഇല്ലല്ലോ. നമുക്ക് പറയാന്നല്ലാണ്ട് ഇപ്പൊ നമ്മളോട് ചാടിക്കടിച്ചാൽ നമ്മളെ തല്ലാൻ ആള് വരും. വേണ്ട, താൻ പ്രതിപക്ഷത്തേക്ക് ചേരുവൊന്നും വേണ്ട.
ഇവിടെ ഞങ്ങളും കൂടെ സമ്മതിച്ചിട്ട് ഞാൻ ഇവിടെ ചായക്കട നടത്തുന്നു. ഇവിടെ ഞങ്ങളുടെ പറഞ്ഞ കയ്യിലോട്ട് വന്നിട്ട് അന്ന് തന്റെ കട ഞങ്ങൾ അടച്ചു പൂട്ടിയില്ലെങ്കിലാണല്ലോ ഞങ്ങളെ ഒന്നിനെ തൊട്ട് കളിച്ചാൽ ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ ഞങ്ങളെ ഒന്നിനെ തൊട്ട് കളിച്ചാൽ ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ അക്കളി ഇക്കളി സൂക്ഷിച്ചോ അക്കളി ഇക്കളി സൂക്ഷിച്ചോ. തന്റെ സഹായം വേണ്ട, ഒരു കോപ്പം വേണ്ട. അന്തപ്പൻ ചേട്ടാ, നമ്മളോട് കളിച്ചാൽ എങ്ങനെ ആയിരിക്കും നമുക്ക് ഇവരെ പിന്നെ കാണിച്ചു കൊടുക്കാം. രായപ്പനോട് വിളിച്ചാൽ എങ്ങനെ ഇരിക്കുന്നുള്ളതേ ഒരു പരിപാടി ഞാൻ അവിടെ നടത്തിയിട്ടുണ്ട്. അതെന്താ രായപ്പൻ ചേട്ടാ അങ്ങനെ പറഞ്ഞത്? നേതാവിന്റെ ചിങ്കിടിക്കിട്ട് ഞാൻ ചെറിയൊരു പണി ഇണക്കാണ് വിട്ടിരിക്കുന്നത്. എന്ത് പണി? എന്ത് പണിയാണോ? അവന്മാർ വീട്ടിൽ നിന്ന് കുടിച്ച ചായ ഉണ്ടല്ലോ, ആ ചായക്കകത്ത് ഞാൻ ചെറിയ രീതി ശരം വിമ്മ് കലക്കാണ് കൊടുത്തു വിട്ടിരിക്കുന്നത്. ഒരു 2 മിനിറ്റിനകം അവന്മാർ വിവരം അറിയും. അന്നേരം നമുക്ക് കാണാം. ഒരു കാര്യങ്ങൾ നടക്കില്ല. കാര്യങ്ങൾ അമ്മരൊക്കെ അങ്ങനെയൊക്കെ പറയും. എടാ തോമാച്ച, എടാ ആദ്യം നമ്മൾ പറഞ്ഞത് കയറി കഴിയാൻ ഈ രായപ്പന്റെ ചായക്കട നമുക്ക് പൂട്ടിക്കാം. എന്നാലേ അവന്റെ ജാട കുറയത്തുള്ളൂ. അതെ അവന്റെ അത് കളയണം, അത് കളയണം. അല്ല, പിന്നെ അന്നൊരു കമ്മിറ്റി കൂടി കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? പഞ്ചായത്തിലെ നമ്മള് പ്രേതത്തെ പിടിക്കാൻ പോകുന്നത് അത് ഇന്നാണോടാ? അതെല്ലോ. ആണോ? നമുക്കും കൂടെ പോയി സഹകരിക്കാം അല്ലേ? പിന്നല്ലാതെ. എന്തു പറ്റി ആശാനെ? ഒന്നുമില്ല. പതിവില്ല വല്ലതും കഴിച്ചോ? ആശാനെ, എന്തോ? ആശാൻ എവിടെയെങ്കിലും പോണോ? എനിക്ക് പോകണ്ട, നിനക്ക് പോണോ? എനിക്കൊന്നും പോകണ്ട, പക്ഷെ ആശാൻ എന്റെ കൂടെ വാ. പക്ഷെ എനിക്ക് പോണം. പോണോ? ഇതൊക്കെയാണെങ്കിലും ഈ രാത്രി ആരെങ്കിലും പ്രേതത്തെ പിടിക്കാൻ പേടിയുണ്ടോ? എന്റെ പൊന്നു പ്രസിഡന്റ്, ഒന്നാതെ ഈ പ്രേതം മനുഷ്യന് പേടി. അതിനിടയ്ക്ക് തെറ്റേരി ഈ പ്രേതം പ്രേതം എന്തിനാ പറയുന്നത്? ഇതൊക്കെയാണെങ്കിലും നമ്മളെ പ്രതിപക്ഷത്തെ കണ്ടില്ലല്ലോ. ചിലപ്പോഴോ അവർക്ക് പേടിച്ചിട്ട് വരാതിരിക്കുന്ന. ഞാൻ പ്രസിഡന്റാണ്, എന്നെ കൊണ്ട് നീ പറയിപ്പിക്കണം കേട്ടോ. ഇതൊക്കെയാണെങ്കിലും അവന്മാർക്ക് പ്രയത്നം പേടിയായിരിക്കും. പക്ഷെ അവന്മാർ നാട്ടുകാരുടെ മുന്നിലുള്ള ജാട അതാണ് സഹിക്കാൻ വയ്യാത്തത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. അതായത് ഈ രാത്രി എത്ര കഷ്ടപ്പെട്ടാലും പ്രയത്തെ നമ്മൾ പിടിച്ചിരിക്കും. ഈ പ്രസിഡന്റ് കൂട്ടരും പിടിച്ചിരിക്കും. അതാണ് ഈ ഭരണപക്ഷത്തിന്റെ പ്രത്യേകത. അയ്യോ, അവന്മാര് പേടിത്തൊണ്ടന്മാരാണെന്ന് ജനങ്ങളൊന്ന് അറിയട്ടെ. അവന്മാർ വരുന്നോടം വരെ നമുക്കിവിടെ പാത്തിരിക്കാം. അവന്മാരതിലെ വരുന്നുണ്ടെന്നോ തോന്നുന്ന കേട്ടോ. ആണോ? പോടാ. എന്താ പ്രതിപക്ഷം താമസിച്ചത്? എന്താ താമസിച്ചതല്ല? ഞങ്ങൾക്ക് പ്രേതത്തെ പേടിയാണോ? പിന്നെ ചില സാങ്കേതിക കാരണങ്ങൾ. സാങ്കേതികം അല്ലാതെ പ്രസിഡന്റേ, ഞങ്ങൾക്ക് പ്രേതത്തെ പേടിയുണ്ടായിട്ടൊന്നുമല്ല. അല്ല, പ്രതിപക്ഷത്തെ വിശ്വസിക്കാമോ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടിയിട്ട് കാര്യമില്ല. സമയം 12 മണിയായി. നേരത്തെ പിടിക്കാൻ നോക്കണം. പേടിപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഭരണപക്ഷത്തെ അങ്ങനെ പേടിപ്പിക്കരുത്.
ഒരു കാര്യം ചെയ്യാം, ആ പ്രേതം വരുന്നിടം വരെ ഇരിക്കാം. നമുക്കെല്ലാം ഇരിക്കാം. എല്ലാരും കണ്ണേൽ എണ്ണ എടുത്തിട്ടില്ലല്ലോ. തമാശ പറയാതെ അങ്ങോട്ട് നോക്കണം. ചവിട്ടിക്കാൻ അല്ല, എണ്ണ എടുത്തിട്ടില്ലെന്നേ. പ്രതിപക്ഷമേ ഭരണപക്ഷമേ പ്രേതം വരാൻ സമയായി. എല്ലാരും വിളക്കണയാതെ നോക്കിയോ, സൂക്ഷിക്കണം. ആയുധമൊക്കെ എടുത്തിട്ടുണ്ടോ? ആയുധമൊക്കെ എടുത്തിട്ടുണ്ട്. എന്റെ ഒരു തൂമ്പായുണ്ട്. വിളക്കൊന്നും കിടരുത് കേട്ടോ. ദാണ്ടാശാനെ വരുന്നുണ്ട്. ഇപ്പൊ വരുമോ ആശാര്? വരുന്നുണ്ട്. ഇന്ന് അവന്റെ പരിപ്പിളക്കണം. എടാ, ഇന്ന് ഇതിന്റെ അവസാനമായിരിക്കും. നിന്റെ പരിപ്പ് ഞാൻ ഇളക്കും. അയ്യോടെ പിടിക്കണം, കാല് രണ്ടും നല്ല പിടി. അപ്പൊ ഇതാണ് അടിമാലി സരളയുടെ വീട്. പ്രസിഡന്റ് മുമ്പ് സാധാരണപ്പെട്ട സാധനം അല്ലല്ലോ പ്രസിഡന്റ്. കൈയൊക്കെ ഉണ്ടല്ലോ. എടോ പ്രതിപക്ഷം, കണ്ടോടോ, കണ്ടോ? ആ എടി മൂദേവി, അവിടെ സംഗതി പകലൊക്കെ ഇവളെ കണ്ട എന്നാ മാന്യതയാ. ആ പ്രേതത്തെ പിടിക്കണോ? പിടിക്കണം ആ പ്രേതത്തെ. എടാ, വീട്ടിൽ പോണ കളയരുത്. എവിടെ ഫോട്ടോഗ്രാഫർ, എവിടെ പത്രക്കാർ? എടോ പ്രതിപക്ഷം, വീണ്ടും അടുത്ത വർഷം 5 വർഷം ഞാൻ തന്നെ പ്രസിഡന്റ്. പ്രേതത്തെ ഞാൻ പിടിക്കണം. പറഞ്ഞു നിൽക്കാതെ പ്രേതത്തിന്റെ തലയിൽ തുണി മാറ്റി. പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ എല്ലാവരും സന്തോഷം. ഒരു വാർത്തയുണ്ട്. അതായത് ഇത് നമ്മുടെ ഈ പഞ്ചായത്തിലുള്ള ഒരു അതിഭീകരനായ പ്രേതത്തെ എന്റെ സാന്നിധ്യത്തിൽ ഞാൻ പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും സാന്നിധ്യത്തിൽ ഈ പ്രേതത്തിന്റെ തലയിൽ തുണി ഞാൻ മാറ്റാൻ പോവുകയാണ്. ഒരവസ്ഥ പറ്റി പോയപ്പാ. നീ അപ്പൊ നീ ആയിരുന്നു ഇതല്ലേ? എടാ, നീ എന്നോടൊരു വാക്ക് കുറവായിരുന്നെങ്കിൽ ഈ പിടിയാനൊക്കെ എടുത്ത് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോടാ. പുഞ്ചിരി ഗ്രാമത്തിലെ ജനങ്ങളെ, നിങ്ങളോട് എനിക്കൊരു വാക്കേ പറയാനുള്ളൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ നാട്ടിൽ പ്രതിപക്ഷം പ്രേതങ്ങൾ അഴിഞ്ഞിരിക്കുന്നു. നാറ്റിക്കരുത്. അതെ അതെ, ഇപ്പോൾ ഈ പ്രേതം നമ്മൾ പിടികൂടിയിരിക്കുകയാണ്. ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രേതം ആരാണ്? നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മകൻ, ഈ മകൻ. എടാ മോനെ, നീ എന്നോടൊരു വാക്ക് പറയാറുന്നെങ്കിൽ ഈ അപ്പൻ ഈ പരിസരത്തെങ്ങും വരുന്നില്ലായിരുന്നടാ. എന്തായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഗമ? എല്ലാം ഇപ്പൊ തീർന്നില്ലേ? ഇനി പുഞ്ചിരിപുരം പഞ്ചായത്തിന് ഇങ്ങനെ ഒരു പ്രസിഡന്റിനെ വേണ്ട. ഈ പുഞ്ചിരിപുരം ഗ്രാമപഞ്ചായത്തിലെ സകലമായ ജനങ്ങളെയും പറ്റിച്ച ഈ പ്രസിഡന്റിനും കുടുംബത്തിനും ഇനി ഈ കസേര ഇരിക്കാൻ യാതൊരു യോഗ്യതയുമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഞാൻ ചുമതലയേൽക്കുന്നു. പ്രിയമുള്ളവരെ, അന്തപ്പ നേതാവ് പ്രസിഡന്റ് ആകുകയാണെങ്കിൽ നമ്മുടെ പുഞ്ചിരിപുരം പഞ്ചായത്തിൽ യാതൊരു കാരണവശാലും പ്രേതശല്യം ഉണ്ടാകുകയില്ല. കാരണം അദ്ദേഹത്തിന് മക്കളേ ഇല്ല. മോളെ, നീ എന്തേ കുന്തം വിഴുങ്ങി എനക്ക് നിൽക്കുന്നേ? ചെറുക്കം വരാൻ സമയമായി. അതിന് ഞാനെന്ത് ചെയ്യണം? നീ ഇന്നെങ്കിലും പോയൊന്ന് കുളിക്ക്. ശരി അച്ഛാ, ഞാൻ കുളിക്കാം. എന്നിട്ടോ ഒറ്റുകുട്ടടി സാരി ചുറ്റടി എത്താനുള്ള സമയമായി. അയ്യോ സമയമായി. രസിതയടി രാമരാഗടി നിന്നെ കാണാനെത്തും ഉടനടി. വേഗം ഒരുങ്ങടി. അല്ല പിന്നെ വരണം വരണം, ഞങ്ങൾ കാത്തിരിക്കരുത്. ഞങ്ങൾ താമസിച്ചില്ലല്ലോ. നിങ്ങളുടെ പെണ്ണണ്ടേ? അവള് കുളിക്കല്ലേ. എന്നാ ഞാൻ പോയി കണ്ടിട്ട് വരാം. നീ എവിടെ പോവാ? നീ ഇവിടെ പറയുന്നു പെണ്ണിന്റെ അച്ഛ
അച്ഛനും അമ്മയ്ക്ക് ഇവനൊരൊറ്റ മോനാ. അതുപോലെ എനിക്ക് ഒരൊറ്റ മോളേ ഉള്ളു. എനിക്ക് ദാഹിക്കുന്നു. ഇവിടെ എന്തെങ്കിലും കുടിക്കാനുണ്ടോ? വെള്ളമുണ്ട്, എടുക്കട്ടെ. അയ്യോ, ഇവിടെ എല്ലാരും വെള്ളമുണ്ടാണോ കുടിക്കുന്നത്? എടാ, വെള്ളമുണ്ട്, കുടിക്കാൻ എടുക്കട്ടെ എന്നാണ് ചോദിച്ചത്. എനിക്ക് വെള്ളം വേണ്ട, എനിക്ക് കാശ് മതി. മോളെ ശോഭനേ, ഇത് ശോഭനല്ലേ? ഇത് പൂതന്നെ. അത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഒരു ഗ്ലാസ് കൂടി കിട്ടിയിരുന്നത് കുടിക്കായിരുന്നു. എടാ, കാപ്പി ഇഷ്ടപ്പെട്ട കാര്യമല്ല, നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ എന്നാണ് ചോദിച്ചത്. പെണ്ണിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായി. ആണോ? ഇനി നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പെണ്ണിന്റെ അപ്പോ ഞാൻ കാപ്പി കുടിക്കുന്നതിന് നിങ്ങളുടെ പട്ടി എന്തിനാ എന്നെ തുറിച്ചു നോക്കുന്ന? അതെ, അവന്റെ പാത്രത്തിലാണ് നീ കാപ്പി കുടിക്കുന്നത്. അത് അവൻ ഇഷ്ടപ്പെടാതെ നോക്കുന്നതാ. അവന്റെ പാത്രം കണ്ട അവൻ അറിയത്തില്ലേ? അതൊക്കെ വിട്. ചെറുക്കിന് എന്ത് സ്ത്രീധനം കൊടുക്കും? ഇവൻ ഒറ്റ മോന, യാതൊരു പ്രാരാബ്ദവും ഇല്ലാത്തവൻ. അത് ശരി. ഈ ചെറുക്കൻ എന്നെ ഉണ്ട് ആസ്തി. ചെറുക്കൻ ആസ്തി അല്ല ഈ കാണുന്നത്. ഈ ചുള്ളിക്കമ്പ് കാണിക്കാനല്ല പറഞ്ഞത്. എന്റെ മോൾക്ക് എന്ത് സ്ത്രീധനം വേണമെങ്കിലും ഞാൻ കൊടുക്കും. കൊടുക്കുമല്ലോ. നിങ്ങളുടെ മോൾക്ക് നിങ്ങൾ എന്ത് സ്ത്രീധനം കൊടുക്കും? എന്ത് കൊടുക്കുമെന്നോ? ഒരു മകളുണ്ട്, എന്തും ഞാൻ കൊടുക്കും. ഉണ്ട്, എന്തും ഞാൻ കൊടുക്കും. സ്ഥലമായോ പിന്നെ പണമായോ കൊടുക്കാൻ കഴിയില്ല. എനിക്കും ഒരു മകളുണ്ടല്ലോ, എന്തും ഞാൻ കൊടുക്കും. ഉണ്ട്, എന്തും ഞാൻ കൊടുക്കും. പക്ഷെ ഉണ്ടെങ്കിലേ ഉള്ളു. കയ്യിലില്ലെങ്കിൽ ബാങ്കിൽ നിന്ന് എടുത്ത് തന്നാലും മതി. പെണ്ണും ചെറുക്കിന് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് അവര് തമ്മിലൊന്ന് സംസാരിക്കട്ടെ, നമുക്ക് പുറത്തു നിൽക്കാം. പെണ്ണാണല്ലേ? എന്താ ഡൗട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ട് പെണ്ണിനെ പോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. എന്താ ജോലി? തയ്യല്. പോക്കറ്റ് അടിക്കൂ? ഇല്ല, പോക്കറ്റ് അടിക്കൂല, കഴുത്തും കൈയും വെട്ടും. എന്റെയാണോ? അയ്യോ, ചേട്ടന്റെ അല്ല, തുണിയുടെ. ഞാൻ പേടിച്ചു പോയി. അതിരിക്കട്ടെ, എന്നെ ഇഷ്ടമാണോ? ആ, മൈസൂരി ജാസ്മിന്റെ മണമുള്ള ചേട്ടനെ എനിക്കങ്ങ് ഒത്തിരി ഇഷ്ടായി. മൈസൂർ ജാസ്മിൻ സോപ്പിന് ഇത്ര വലിയ വൃത്തികെട്ട നാറ്റമാണോ? എന്താ കരയുന്ന? സങ്കടം കൊണ്ട്. സങ്കടം സങ്കടം, എന്തിനാണീ സങ്കടം? സ്ത്രീധനക്കാശൊന്നുമില്ലേ, സ്വർണവുമില്ലേ. ഇവിടെയാണുങ്ങൾ സ്ത്രീധനം വാങ്ങിയിട്ട് വിറ്റുമുടിപ്പിക്കുന്നില്ലേ. കെട്ടുതാലി വിറ്റ് പട്ടയടിച്ചിട്ട് വീട്ടിന്നു മുങ്ങുന്നോരില്ലേ. നീയും ഞാനും നിന്റെ സ്നേഹം ഒരിക്കലും മറക്കാൻ പറ്റുമോടി? അയ്യോ, നിർത്ത്, മതി. അയ്യോ, നിർത്താൻ പറഞ്ഞ് നന്നായി, അല്ലെ ഞാൻ കൊരവള്ളി വെട്ടി സത്തുപോയനെ. എന്താ ഇവിടെ കരച്ചില് കിട്ടി? എന്താ ഇവിടെ കാര്യം? ഞാൻ കരഞ്ഞല്ല, ഞാൻ കാര്യം പറഞ്ഞതാ. ശ്വാസം മുട്ടിപ്പോയി. ചേട്ടാ, നമുക്ക് ഈ കല്യാണം അങ്ങോട്ട് ഉറപ്പിക്കാം. സന്തോഷമായി. അപ്പൊ അടുത്ത മാസം കുംഭം 9-ാം തീയതി, അല്ല കുംഭം 9-ാം തീയതി നമുക്കിതങ്ങ് നടത്താം. ശരി, അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക. അവിടെ എന്നെ നോക്കി നിൽക്കുക. ഇങ്ങോട്ട് വാ, നമുക്ക് പോകാം. എടി ഭാര്യ, അടുത്ത മാസം നമ്മുടെ മോടെ കല്യാണം നടത്തണം. അതെങ്ങനെ നടത്തും മനുഷ്യ? എങ്ങനെ നടത്തുവെന്നോ? കടമെടുത്തും നടത്തിയിടണം നമ്മുടെ മോളുടെ കല്യാണം. ഒരു നിറഞ്ഞ പെണ്ണു നിന്നാൽ മനസ്സിലാതി കയറിയിടും. അസ്ഥികൂടം പോലെ നല്ല പയ്യൻ, മോൾക്കിന്നു ചേരുന്ന കൊച്ചു പയ്യൻ. പാവത്താനായൊരു മണ്ടൻ പയ്യൻ, ശ്രീധരം വേണ്ടാത്ത ശുദ്ധൻ പയ്യൻ. കടമെടുത്തും നടത്തിയിടണം, ആ കടമെടുത്തും നടത്തിയിടണം നമ്മുടെ മോളുടെ കല്യാണം. അപുര നിറഞ്ഞു പെണ്ണു നിന്നാൽ മനസ്സിലാതി കയറിയിടും.
അവളെന്താ വരാൻ വൈകുന്നേ? പശുമ്പാല് കിട്ടിയില്ലെങ്കിൽ റവർ പാലെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അത് കുടിച്ചിട്ട് പന്ത് പോലെ തുള്ളിച്ചാടി നടക്കായിരുന്നു. വന്നോ? ഒരു ഗ്ലാസ് പാലുമായി അംഗത്തിന് വന്നവളെ, നിന്നോട് കുസ്തി പിടിക്കാൻ തടിയുമില്ല. എന്റെ എല്ലുകളെല്ലാം തവിട് പൊടിയായി തീരുമല്ലോ. ഇന്നു തീരുമല്ലോ, ഇന്ന് തീരുമല്ലോ. ഇങ്ങതാ കുടിക്കട്ടെ. അയ്യോ അയ്യോ, മുഴുവൻ കുടിച്ചോ? നല്ല ദാഹം ഉണ്ടായിരുന്നു. എന്താ വേണമായിരുന്നു? പകുതി. സോറി. ഇനിയിപ്പോഴേ നമുക്ക് നാളത്തെ ആദ്യരാത്രിക്ക് തരാവേ. പെണ്ണുങ്ങളല്ലേ? ഒന്ന് ക്ഷമിക്കേട്ടാ. ഞാൻ ക്ഷമയുടെ നെല്ലിപ്പലകം കണ്ട് അതിന്റെ അപ്പുറത്ത് ആയിരപ്പലകം കണ്ടിരിക്കും. അറിയാവോ? ഈ ചേട്ടന്റെ ഒരു കാര്യം. അടിച്ചു പൊട്ടിക്ക് എന്ത് വേണം ചെയ്തു. അല്ലേ വേണ്ട, ഞാൻ തന്നെ എറിയ. ചിലപ്പോ നിനക്ക് ഉന്നം തെറ്റും. അയ്യോ, എന്റെ തല എറിഞ്ഞു പൊട്ടിച്ചേ മഹാഭാവി. പിന്നെ അച്ഛനെന്തിനാ എന്റെ ആദ്യരാത്രി കഥകിഞ്ഞ് മറങ്ങി വന്നിരുന്നത്? വേഗം വിട്ടോ. ആഹാ, ടിക്കറ്റ് എടുക്കാതെ ലൈവ് ഷോ കാണാൻ വന്നിരിക്കുകയാണ് കള്ളൻ. പെണ്ണേ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാനേ കുറെ മദ്യപിക്കും കേട്ടോ. ആഹാ, എനിക്ക് അങ്ങനെയുള്ളവരാ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതെന്താ മദ്യപാനികളെ ഭയങ്കര ഇഷ്ടം? അതെ, ഞാൻ ഒറ്റയ്ക്കിരുന്ന് കുടിച്ച് മടുത്തു. എനിക്കിപ്പോ ഒരു കൂട്ടുണ്ടല്ലേ. അത് ശരി, അങ്ങനെയാണല്ലേ. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? അയ്യോ, കാശ് വല്ലതാണോ? എന്നാ എന്റെ കയ്യിലില്ല. അയ്യോ, അതല്ല. പിന്നെ ഹണിമൂണിൽ യാത്ര ചെയ്യാൻ എവിടെ പോകണം? ആഫ്രിക്ക, അന്റാർട്ടിക്ക, ലാറ്റിൻ അമേരിക്ക. ഈ രാജ്യം കാണാനോ 5 പൈസയുമില്ല. ആണോന്നൊന്നു ഭാഷ എന്നാൽ ഹണിമൂണിന് പോകാം. അയ്യോ, ലോണൊന്നും എടുത്ത് വിദേശത്ത് ഹണിമൂണിന് പോകണ്ട. എന്നാ നമുക്ക് ചെലവ് ചുരുക്കാം. ഊട്ടി, കൊടൈക്കനാൽ, മൈസൂർ, തേക്കടി, കോവളം, പറയൂ എവിടെ പോണം? എനിക്ക് ഇവിടെ എങ്ങും പോണ്ട. അതെന്താ അവിടെ ഇഷ്ടമല്ലേ? അതെ, തെക്കേലെ തോമസ് ചേട്ടന്റെ കൂടെ ഞാൻ തേക്കടി പോയിട്ടുണ്ട്. വടക്കേലെ മാധവൻ ചേട്ടന്റെ കൂടെ ഞാൻ മൈസൂരിൽ പോയിട്ടുണ്ട്. പിന്നെ എന്റെ കൂടെ പഠിച്ച കോവാലൻ ചേട്ടന്റെ കൂടെ കോവളത്ത് 1 മാസം താമസിച്ചിട്ടുണ്ട്. പിന്നെ തയ്യൽ സാറിന്റെ കൂടെ 2 മാസം ഞാൻ കൊടൈക്കനാലിൽ താമസിച്ചിട്ടുണ്ട്. ഇത്രയും പേരുടെ കൂടെ കറങ്ങിടിച്ച് നിന്നെയാണോ ഈ പാവപ്പെട്ട എന്റെ തലയെ പിടിച്ച് കെട്ടിവെച്ചത്? അതെ, ഇനി ആരുടെ കൂടെ ടൂർ പോകാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ചേട്ടന്റെ കൂടെ അച്ഛൻ എന്നെ പിടിച്ച് കെട്ടിച്ചത്. ടൂറ് പോയി പോയി ഞാൻ മടുത്തു. ഭഗവാനെ, മാതൃകാ പോലീസ് സ്റ്റേഷൻ. മണി 10:30 ഒരൊറ്റ പോലീസുകാരൻ പോലും വന്നിട്ടില്ല. ഒരു 3 പോലീസുകാരനെങ്കിലും വന്നാൽ മതിയായിരുന്നു. 4 പേർക്ക് ഗുലാംബേഷെങ്കിലും കളിച്ചിരിക്കായിരുന്നു. PC 324. താൻ ആ വാഹന കേസ് പ്രതിയെ പിടിക്കാൻ വേണ്ടി പിടിച്ചോ? പ്രതിയെ പിടിക്കാൻ പോയി ഒരു അബദ്ധം പറ്റിയിരിക്കുക സാർ. എന്ത് പറ്റി? ആ പ്രതി നമ്മുടെ പോലീസ് ജീപ്പുമായിട്ട് കടന്നു കളഞ്ഞു. പോലീസ് ജീപ്പുമായിട്ട് പ്രതി പോയോ? അതേന്നേ. എടോ, ഇനി ഞാൻ എങ്ങനെ എന്റെ വീട്ടിൽ വെള്ളം കൊണ്ടുപോടും? എങ്ങനെ ഞാൻ എന്റെ പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കും? തനിക്കൊക്കെ ഒരു ഉത്തരവാദിത്തം ഇല്ലല്ലോടോ. അതൊക്കെ പോട്ടെ, തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കില്ലായിരുന്നു? അതെ. തന്നെ എന്തിനാ സസ്പെൻഡ് ചെയ്തത്? സാറേ, അത് വലിയൊരു കഥയാ. ചുരുക്കി പറ. അതായത് ഞാൻ നമ്മുടെ അടിമാലി പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്താ. നമ്മുടെ അടിമാലി? സാറേ, കുട്ടപ്പായി, നമ്മുടെ കള്ളൻകുട്ടപ്പായി. ഇവൻ അവിടുന്ന് ഒരു വീട്ടിൽ നിന്ന് ഒരു ടേപ്പർ കാർഡ് ഓടിച്ചോണ്ട് പോവായിരുന്നു. ഞാൻ അവന് ഓടിച്ചിട്ട് പിടിക്കാൻ വേണ്ടി അവനെ പുറകെ. അങ്ങനെ ഞങ്ങൾ ഓടുക, നല്ല സ്പീഡിൽ ഓട്ടം. 100. അവനെ പിടിച്ചില്ല.
ആ സമയത്ത് അവൻ ആ ടേപ്പ് റെക്കോർഡ് ഓൺ ചെയ്തു. അപ്പോഴേ ഞാൻ സല്യൂട്ട് ചെയ്ത് അവിടെ നിൽക്കില്ല. അവൻ ടേപ്പ് റെക്കോർഡ് ഓൺ ചെയ്ത് പാട്ട് വെച്ചിട്ട് താനെന്തിനാ സല്യൂട്ട് ചെയ്യാൻ പോയത്? സാറേ അവൻ പറഞ്ഞു തീർന്നില്ല. അതിനുമ്പോ സാറ് സല്യൂട്ട് അടിച്ചത്. ഈ പാട്ട് തീരുവാൻ ഈ ടേപ്പ് റെക്കോർഡ് കൊടുത്തോണ്ട് പിന്നെ ഓടുവാൻ. ആണല്ലേ, അവൻ ദേശീയഗാനാ വെച്ചല്ലേ? താനെന്നിട്ട് എസ് ഐ അടുത്ത് ചെന്നപ്പോ എസ് ഐ എന്നാ പറഞ്ഞു? എസ് ഐ ചെന്ന് ഞാൻ പരാതി ചെയ്തു. അന്നേരം പുള്ളി എഴുതി തരുമായിരുന്നു. എന്തായിരുന്നു? സസ്പെൻഷൻ. വിവരമില്ലടോ എസ് ഐക്ക്. വിവരമില്ല, അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്തേ. അതൊക്കെ പോട്ടെ. ആ ഒരുത്തം വരുന്നുണ്ടെന്ന് നോക്കൂ. നോക്കത് വരുന്നുണ്ട്. എന്താണോ സാർ ഞാനൊരു പരാതി പറയാൻ വന്ന. പിന്നെ പരാതി അല്ലാതെ പോലീസ് സ്റ്റേഷൻ സദ്യ ഉണ്ടാനാണോ വരുന്നത്? അന്ന സ്ഥിതിക്ക് കുനിഞ്ഞ സാധനം എടുത്ത് എടുക്ക. സാറേ ഞങ്ങളുടെ നാട്ടിലുണ്ടല്ലോ ഒരു കുളമുണ്ട്. കുളമുണ്ട്. കുളം. ഈ കുളത്തിൽ പെണ്ണുങ്ങളൊക്കെ കുളിക്കാൻ വരും. 7 മണിയൊക്കെ ആകുമ്പോൾ വരും. സമയത്ത് ഞാൻ ആ കുറ്റിക്കാട്ടിയിരിക്കുന്നത്. അപ്പോഴേ ഈ കുളിക്കാൻ വരുമല്ലോ പെണ്ണുങ്ങളെ. അപ്പൊ ഈ കുളത്തിൽ ഒരു ജീവിയുണ്ട്. കുളത്തിൽ പിന്നെ ചീങ്കണ്ണി. കുളത്തിൽ എന്നാ ഉണ്ട്? ചീങ്കണ്ണി. എന്തോന്നാ? ചീങ്കണ്ണി. അപ്പൊ ഈ കുളിക്കാൻ കുളത്തിൽ ചീങ്കണ്ണി ഉണ്ടെന്ന്. തന്റെ പേരെന്നാ? എന്റെ പേര് വർക്കി. തന്നെ ഇവിടുന്ന് പെറുക്കി എടുത്തോണ്ട് പോകേണ്ടി വരും. ഇവിടുത്തെ എസ് ഐയുടെ പേരെന്നാന്നറിയാവോ? ചീങ്കണ്ണി രാമു എന്നാ. അയക്കൻകണ്ണി എന്ന് പേര് കേൾക്കുന്ന ദേഷ്യം വേറെ ഒന്നുമില്ല. കുളത്തിൽ എന്നാ ഉണ്ടെന്നാ പറഞ്ഞേ? താൻ പെട്ടെന്ന് പൊക്കോ പൊക്കോ, രക്ഷപ്പെട്ടോ. പൊക്കോ പൊക്കോ. ഞാൻ വന്ന കാര്യം പറയാൻ. പൊക്കോ പൊക്കോ. അയലങ്ങാനും കുളത്തെ ചീങ്കണ്ണി ഉണ്ടെന്ന്. എസ് ഐ വരുന്നുണ്ട് 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 വരുന്നുണ്ട്. സാറേ ഓ എന്റെ അവിടെ 2 ദിവസം വായു വളരിക്കായിരുന്നു. ഇപ്പോഴൊന്ന് പോയി കിട്ടിയത്. പിന്നെ എങ്ങനെ കൊണ്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നു അല്ലേ? പരാതികളൊന്നും വന്നിട്ടില്ലല്ലോ? വന്നിട്ടില്ലേ? പരാതി വന്ന് കേട്ടു, പോയി കേട്ടു, ഞങ്ങൾ കേട്ടു. എന്ത് കേട്ടു? പരാതി കേട്ടു. എടോ താൻ എന്നാ മനുഷ്യനോടോ? യു ബ്ലഡി ഇമ്പോസിഷൻ. എനിക്ക് നാളെയില്ലടോ. എടോ ഞാൻ എസ് ഐ ആയിരിക്കും ഈ പോലീസ് സ്റ്റേഷനിൽ. താൻ പരാതി കേൾക്കുന്നു. യു ബ്ലഡി എന്തുവാണ് ഈ പറയുന്നത്? അല്ല ഞങ്ങള് പരാതി കേട്ടു സാറേ. സാറാ പരാതി കേൾക്കണ്ട. സാറേ ഞാൻ പരാതി പറഞ്ഞായിരുന്നു. നീ പറഞ്ഞില്ലേ? നീ പറഞ്ഞല്ലോ. പറയടാ പറയടാ. അല്ല എനിക്ക് പരാതിയൊന്നും ഇല്ല. പറയടാ സാറേ ഞങ്ങളുടെ നാടുണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിൽ ഒരു കുളമുണ്ട്. അതെന്നാ ഞാൻ വന്ന് കുടിച്ചു പറ്റിക്കണോ? അതല്ല, ഈ കുളത്തിൽ പെണ്ണുങ്ങളൊക്കെ രാവിലെ കുളിക്കാൻ വരും. അപ്പൊ നീ കുടിച്ചു കയറാൻ പോയതാണല്ലേ? അതല്ല, ഈ പെണ്ണുങ്ങൾ കുളിക്കാൻ വരുമ്പോഴേ ഈ കുളത്തിൽ ഒരു ജീവി വന്ന് കാലെ പിടിക്കും. കുളത്തിൽ ജീവി വന്ന് കാലെ പിടിക്കും? അതെന്നാ ജീവിയാടാ? ഈ ജീവി എന്ന് പറഞ്ഞാലേ വലിയ വായും ഈ 4 കാലൊക്കെ ഉള്ള ഒരു അല്ല പിന്നെ ഈ 4 കാലൊക്കെ ഉള്ള വലിയ ജീവി നമ്മുടെ വളത്തിലൊക്കെ ജീവിക്കുന്ന മുതല പോലത്തെ ജീവിയുണ്ടല്ലോ. ഈ മുതല പോലത്തെ ഒരു ജീവി ഈ വലിയ വായൊക്കെയുള്ള മുതല പോലത്തെ സാധനമുണ്ടല്ലോ. ഞാനോ ചീങ്കണ്ണി വായെന്ന് വെച്ചപ്പോ പറയിപ്പിച്ചിറങ്ങും. കുഞ്ഞ സാധനം എടുക്കടാ, കുഞ്ഞ സാധനം എടുക്കടാ. സാറിന്റെ മുഖത്ത് വെച്ച് അവൻ അങ്ങനെ വിളിക്കാൻ കൊള്ളാവോ? എന്തോന്ന് ചീങ്കണ്ണിന്ന്? അവനങ്ങനെ വിളിച്ചപ്പോഴേ എനിക്ക് ചൊറിഞ്ഞു കയറി വന്നതാ. എന്നത് ചീങ്കണ്ണിന്ന്? സാറിന്റെ മുഖത്ത് വിളിച്ച വിളിച്ച അവരെ നമ്മൾ ചീങ്കണ്ണി. ഓ ഇതിനും കൂലിപ്പണിക്ക് പോകരുത്. എവിടെ? സാറേ എനിക്കൊരു പരാതിയുണ്ട്. പറയൂ. സാറേ എന്റെ മോള് മുറച്ചെറുക്കന്റെ കൂടെ ഒളിച്ചോടി പോയി സാറേ. അത് നല്ല കാര്യമല്ലേ? ഏതായാലും അവള് നിന്റെ മകളുടെ മുറച്ചെറുക്കന്റെ കൂടെ അല്ലേ പോയത്? എന്റെ പൊന്ന് നല്ല കാര്യങ്ങളല്ലേ? എന്റെ പൊന്ന് സാറേ അതല്ല, എന്റെ വീട്ടിൽ മുറം വെക്കാൻ വരുന്ന ചെറുക്കന്റെ കൂടെ അവൾ ഒളിച്ചോടി പോയത്. മുറം വെക്കാൻ വരുന്ന ചെറുക്കന്റെ കൂടെ അവന്റെ മോള് ഒളിച്ചോടിപ്പോയത്. എങ്ങനെ എങ്ങനെ? എന്റെ ചീങ്കണ്ണി സാറേ നമ്മളെ കളിയാക്കുന്ന ഇടികൊലാനിട്ട്. കുഞ്ഞു സാധനം എടുക്കടാ, കുഞ്ഞു സാധനം എടുക്കടാ. കുട്ടമ്മയോട് കളിക്കുന്നു. അവരൊക്കെ
നമ്മളോടാ കളിക്കുന്നത്. അയ്യോ. ആ, പിന്നെ കുട്ടമ്പളെ, പിന്നെ എന്തൊക്കെയുണ്ടോ വീട്ടു വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കും സാറേ. പെണ്ണുമ്പിള്ളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അല്ല, അതെ. ആ, പിന്നെ കോട്ടമ്പൾ തങ്കപ്പൻ. ഓ, എനിക്ക് പെണ്ണുമ്പിള്ള ഇല്ലല്ലോ, ഞാൻ കിട്ടിയില്ല. അതൊക്കെ പോട്ടെ. വന്ന സ്ഥിതിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് നമ്മുടെ 3 പേരും തൊപ്പി തെറിക്കും. സാറേ, എനിക്കറിയാൻ തൊപ്പി ധരിക്കുന്നു, അതുകൊണ്ടല്ലേ ഞങ്ങൾ തൊപ്പി എടുക്കാതെ വന്നത്. അതെ, ഞാൻ ഇന്നലെ TV കണ്ടതാണ്. ഇടോ, അതല്ല പറഞ്ഞത്. നമ്മുടെ ആലപ്പുഴ കൊലക്കേസിൽ നമ്മുടെ വല്യപ്പനും വല്യമ്മയും കൊന്ന 1 ലക്ഷം രൂപ തട്ടിയെടുത്ത പ്രതിയല്ലേ ഇവിടെ, അവരെ ഇന്നുവരെ പിടിച്ചിട്ടില്ല. ആണോ? അതുകൊണ്ട് DSP പ്രത്യേകം വിളിച്ചു പറഞ്ഞു, ആ പ്രതിയെ പിടിച്ചില്ലെങ്കിൽ നമ്മുടെ 3 പേരും തൊപ്പി തെറിക്കുമെന്ന് പറഞ്ഞു. ചായക്കാരൻ വരുന്നുണ്ട്. കുറെ ഉത്തരവാദിത്തമില്ലാത്ത കുറെ പോലീസുകാർ എന്താണ് ചെയ്യണത്? ഇവിടെ തങ്കപ്പൻ, ഇവിടെ താൻ എന്താണ് ഒരു ഉത്തരവാദിത്തമില്ലാത്ത പരിപാടി കാണിക്കണത്? സാറേ, സാറിന് ആലപ്പുഴ കൊലക്കേസിൽ വല്യപ്പച്ചനും വല്യമ്മച്ചും കൊന്ന പ്രതിയെ പോലെ. അതെ, നമുക്കൊരു കാര്യം ചെയ്താലോ? എന്നാ കാര്യം? ഈ രാജുവിനെ പിടിച്ച് പ്രതിയാക്കിയാലോ? ഏത് രാജുവിനെ? ഈ ചായക്കടക്കാരൻ രാജുവിനെ പിടിച്ച്. കോടതി മാറ്റി പറഞ്ഞ എന്നെ ചെയ്യും? എന്റെ സാറേ, അതിനൊരു ഐഡിയ ഉണ്ട്. നമ്മൾ അവനെ വെച്ച് ഷൂട്ട് ചെയ്യുന്നു, പിന്നെ അവനെങ്ങനെ കോടതി ചെല്ലും മാറ്റി പറയും. അത് നല്ലൊരു ഐഡിയ ആണ്. ഒരു കാര്യം ചെയ്യും, താൻ അവനോട് സംസാരിച്ച്. ഓക്കെ, നിനക്കേ സാറ് പറ, താറ് പറ. ഇടോ, തലയ്ക്ക് മാലാട്ടില്ല. മോനെ രാജു, മോന് പത്രത്തിലും ടിവിയിലൊക്കെ പടം വരണ്ടേ? എനിക്ക് വരണം ആഗ്രഹമുണ്ടല്ലോ. അതുകൊണ്ട് പൊന്നു സാറേ, എനിക്ക് പത്രത്തിൽ എന്റെ ഫോട്ടോ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ടിവിയിലും എന്റെ വലിയൊരു ആഗ്രഹമാണ്. മോനെ രാജു, അപ്പൊ നല്ലൊരു ഐഡിയ SI മാമൻ പറഞ്ഞുതരാം. മോനെ രാജു, എന്തോ? അതായത് നിനക്ക് മോന്, അതായത് പത്രത്തിലും ടിവിയിലും ഒക്കെ പടം വരണ്ടേ? അത് ശരി. മുത്തുച്ചിപ്പി വേണം അവിടെ ഇട്ടേക്കാം. എന്റെ പൊന്നു സാറേ, ഇത് ഞാൻ ഏറ്റെടുത്താൽ എന്റെ പടം TV വരുമെന്നാണ് സാർ പറയുന്നത്. കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ പത്രത്തിന്റെ ഫ്രണ്ട് വെച്ച് നിന്റെ പടം TV ലൈവായിട്ട്. ഇതിപ്പോ ഭാഗ്യം വരും നിനക്ക്. ഞാൻ പറയാം. എന്റെ പൊന്നു സാറേ, ക്രൈമിന്റെ അകത്ത് ഫോട്ടോ വരുന്നത് എനിക്ക് ഇഷ്ടമല്ലേ? എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ ഈ കേസ് എടുത്താൽ എന്റെ പേര് TV-യിലും വരും. ആലപ്പുഴയിലെ വല്യമ്മച്ചും കൊന്ന് 1 ലക്ഷം രൂപ മേടിക്കാൻ വേണ്ടി കൊന്ന നീയാണ്. പത്രത്തിൽ നിന്റെ പടം, TV നിന്റെ പടം. ഞാൻ ഏക്കല്ലേ? അതിപ്പോ ഞാൻ എന്നാ ചെയ്യണം? നീ ചെന്ന് ഇത് ആലപ്പുഴ കൊലക്കേസിലെ വല്യപ്പച്ചനോട് ഇന്നിരിക്കുന്നു. വല്യപ്പ, എനിക്ക് ഗൾഫിൽ പോകണം, 1 ലക്ഷം രൂപ തരാമെന്ന് ചോദിക്കും. വല്യപ്പച്ചൻ തരത്തില്ലെന്ന് പറയും. ഒറ്റ ആടി തലയുടെ ഒപ്പളാങ്കോട്ട് നോക്കി. അതുപോലെ തന്നെ വല്യമ്മച്ചയ്ക്ക് അടിക്കുന്നു. സാറേ, ഇത് ഞാൻ ചെയ്താൽ എന്റെ TV പടം വരുമോ? പത്രത്തിലും വരുമോ? ഉറപ്പാണല്ലോ? ഉറപ്പല്ലേ? അപ്പൊ ഞാൻ അനുഭവിക്കണം. അപ്പൊ ഞാൻ വല്യപ്പൻ, അത് വല്യമ്മ. അപ്പൊ ഞങ്ങൾ വീട്ടിൽ കിടന്നിങ്ങനെ ഉറങ്ങുകയാണ് കേട്ടോ. ശരിക്കും അഭിനയിക്കണം. പമ്മി റിഹേഴ്സലാണ്, സ്റ്റേജാണ്, ക്യാമറയൊക്കെ ഉണ്ട്. ഒരു കാര്യമുണ്ട്, പമ്മി വേണം വരാൻ. ഓക്കെ, ഞങ്ങൾ ഉറങ്ങുകയാണ്. ഇവിടെ ചോദിക്കട്ടെ, താഴെ മാറിക്കോ. ഇവിടെ ചോദിക്കേ, താഴെ മാറിക്കാൻ ഉറങ്ങണ്ടേ? ഉറങ്ങി പിന്നെ ഉറങ്ങിയാ മതി. അവിടെ നിന്ന് ചോദിച്ചു. സാറേ, സാറല്ലല്ല, വല്യപ്പ സാറേ, വല്യപ്പ സാറല്ല, വല്യപ്പൻ. വല്യപ്പ, എന്നാ മോനെ, എനിക്ക് ലണ്ടനിൽ പോകാൻ 1 ലക്ഷം രൂപ തരാമോ? ആരാ, രാജു ആണോ? അതെ, രാജുവാ. തരത്തില്ല. അവിടെ അല്ല, ഇവിടെ ഞാനിട്ടോ ഇനി വല്യമ്മേടി വരും. ഉറങ്ങിയില്ല അവിടേക്ക്. ചോദിക്കേ. വല്യമ്മേ, വല്യമ്മ സാറേ, വല്യമ്മേ, എന്താണ് പറഞ്ഞത്? വല്യമ്മ സാറല്ല, വല്യമ്മ. വല്യമ്മേ, ഞാനാ. എന്താ വേണ്ടിയത്? എനിക്ക് ലണ്ടനിൽ പോകാൻ 1 ലക്ഷം രൂപ തരാമോ? എന്റെ കയ്യിൽ 1 ലക്ഷം പോയിട്ട് നയാ പൈസ എന്റെ കയ്യിലില്ല. ഞാൻ ഒരു പൈസ അടി അപ്പൊ എന്റെ ഫോട്ടോ പത്രത്തിൽ വരും, ടിവിയിലും വരും. എന്റെ പൊന്നു ദൈവം, എന്റെ വലിയ ആഗ്രഹമായിരുന്നത്. നീയാണ് ആലപ്പുഴ കൊലക്കേസിലെ വല്യമ്മയും കൊന്നേച്ച് 1 ലക്ഷം രൂപ മേടിച്ച് ലണ്ടനിൽ പോയവനല്ലേ? എന്റെ ദൈവമേ, പൊന്നു സാറേ, ഞാൻ ജീവിതത്തിൽ ഇതുവരെ ആരെ ഒരു ഉറുപ്പിനെ പോലും കൊന്നിട്ടില്ല സാറേ. കൊന്നിട്ടില്ലേ? എന്റെ ജീവിതത്തിൽ 2 പേരെ ഞാൻ കൊന്നിട്ടുള്ളൂ. 2 പേരെ നീ കൊന്നു? ഒന്ന് SI സാറിനെ, ഒന്ന് പോലീസ് സാറിനെ. ഇവിടെ ഒന്ന് തൂങ്ങി മരിക്കാന്ന് വെച്ചാലോ അതും സമ്മതിക്കല്ലോ. ഇവിടെ നിന്ന് മരമൊക്കെ ആര് വെട്ടിക്കൊണ്ട് പോയി. എന്തോ ഒരു ഇടപാടത്. ഇവിടെ നിന്ന് മാവന്തിയേ.
നീ വന്നേ എവിടെ പോവാ? എനിക്ക് അത്യാവശ്യമായിട്ട് കോട്ടയം വരെ ഒന്ന് പോകാൻ വേണ്ടി. കോട്ടയം വരെ അത്യാവശ്യമായിട്ടൊന്ന് പോകായിരുന്നു. അതാണ് ഇച്ചിരി കഴിച്ച് പോയാൽ മതി. അയ്യോ അല്ല ഏട്ടാ, എനിക്ക് പോയേ പറ്റത്തുള്ളൂ. എടാ മോനെ ഒരിച്ചിരി കഴിച്ച് പോയാൽ മതി. എന്റെ പൊന്നു ഏട്ടാ, എനിക്ക് അത്യാവശ്യമായിട്ട് പോയേ പറ്റത്തുള്ളൂ. ഞാൻ എനിക്കൊരു ഉപകാരം ചെയ്യുവോ? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണോ? അന്നാ പറ. നിസ്സാര കാര്യമുള്ളൂ. നിസ്സാര കാര്യം. നീ എന്നെ ഒന്ന് കൊന്നു തരാവോ? എടാ ഒന്ന് കൊന്നുതാടാ. എന്റെ പൊന്നു ഏട്ടാ, ഞാൻ ചേട്ടനെ കൊന്നു കഴിഞ്ഞാൽ കേസായി ബഹളമായി, പിന്നെ എന്നെ തൂക്കിക്കൊല്ലുന്നു മനുഷ്യർ. ഒരു പ്രശ്നവും ഇല്ല, നിനക്കൊരു പ്രശ്നമില്ല. എടാ ഞാൻ ആത്മഹത്യയെ കുറിപ്പൊക്കെ എഴുതി പിടിച്ചോണ്ടാ നടക്കുന്നത്. നിന്നെ ഒരു പോലീസുകാരും പിടിക്കത്തില്ല, ഒരു പ്രശ്നവും ഇല്ല. എനിക്കൊരു പ്രശ്നമില്ല. ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ ചേട്ടനെ ഞാൻ കൊല്ലണം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഒന്ന് തന്നാ മതി. ഒന്ന് തന്നാ മതി. അത്ര മതി. ജസ്റ്റ് ഇതേ പിടിച്ച് വലിച്ചൊക്കെ മുറുക്കിക്കോ. ജസ്റ്റ് ആ കാറെ പിടിച്ചെന്ന് വരച്ചാൽ മതി. ഒന്ന് കൊന്നുതാടാ. ഞാനിപ്പോ ചത്തുപോയല്ലോടാ. എന്നാ വലിയാടാ നീ വലിച്ചത്? പിന്നെ ചേട്ടനല്ലേ പറഞ്ഞേ വലിക്കാൻ പറഞ്ഞേ? അയ്യോ ഓടാ. ഒന്ന് വലിക്കാൻ പറഞ്ഞപ്പോ ഇങ്ങനെയാണോടാ വലിക്കുന്നേ? അയ്യോ എന്താണ് ഇതന്നെട്ടാ കയറുമായിട്ട് പശു കാണാൻ പോയോ? പശുവിനെ കാണാതെ പോയതല്ല, പിന്നെ ഒന്ന് മനസമാധാനമായിട്ട് മരിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. തൂങ്ങി മരിക്കാൻ പോവാ? തൂങ്ങി മരിക്കാൻ ഇറങ്ങിയതാ കയറുമായിട്ട്. എന്നിട്ട് എന്ത് ഇവിടെ തനിക്കറിയാവോ, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളാണോ. ഒരുപാട് പ്രശ്നങ്ങൾ. ഭയങ്കര കടമാണോ എനിക്ക്. കട കയറണം, എനിക്ക് വെളിക്ക് ഇറങ്ങി ഇറക്കാമല്ല. വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയ കടക്കാരാ. അവരെ എന്നോട് എന്നും വന്ന് പൈസ ചോദിക്കുക. മേടിച്ചിട്ടില്ല പൈസ ചോദിക്കുന്നത്? മേടിച്ചിട്ട് ഞാൻ അവർക്ക് കൊടുക്കാനുള്ളതാണോ, അതുകൊണ്ടാ. ഞാൻ എന്നിട്ട് വിഷം അടിച്ചു, എന്നിട്ട് മരിക്കുന്നില്ല. വെള്ളത്തിൽ ചാടി, എന്നിട്ട് മരിക്കുന്നില്ല. ലാസ്റ്റ് ഒരു വാർത്ത കണ്ടു, ചേർത്തല ചിക്കൻ കുനിയ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ചിക്കൻ കുനിയായിട്ട് കിട്ടത്തില്ലല്ലോ. അവിടുത്തെ കയറ് കൊണ്ട് പിരിച്ചേ, അവിടുത്തെ ചൈരി കൊണ്ട് പിരിച്ച കയറായത്. ഇത് ദേഹത്തിട്ട് കഴിഞ്ഞ ചിക്കൻ കുനിയുടെ അണുക്കളൊക്കെ ദേഹത്ത് മരിക്കുന്നു കരുതി, എന്നിട്ടും മരിക്കുന്നില്ലെന്ന്. ലാസ്റ്റ് ആ കയറ് പിരിച്ച് കഴുത്ത കെട്ടിരിക്കുക. ഇവിടെ നിന്ന് തൂങ്ങാന്നുകൊണ്ട് വന്നതാ. ഇവിടെ നിന്ന് മരങ്ങളെല്ലാം ആരും വെട്ടിക്കളഞ്ഞു. എന്റെ പൊന്നിയേട്ട ഞാൻ ഒരു കാര്യം ചെയ്യണം. അതായത് ആനപ്പാറ ആനന്ദൻ എഴുതിയ ആത്മഹത്യ ചെയ്യാൻ 1001 കുറുക്കുവഴികളുള്ള ഒരു പുസ്തകം ഈയിടെ ഇറങ്ങിയിട്ടുണ്ട്. ചേട്ടൻ അത് മേടിച്ച് വായിക്കേ, എന്നിട്ട് ചുമ്മാ പോയി ആത്മഹത്യ ചെയ്യേ. ആരാണ്? ആനപ്പാറ ആനന്ദൻ. ആനപ്പാറ ആനന്ദൻ. എടോ ആ ആനന്ദനാണോ ഞാൻ? ആഹാ, നീ എന്നെ കൊല്ലാനാ ഞാൻ എഴുതിയ കുറിപ്പും കൊണ്ട് വന്നിട്ട് പോടാ അവിടുന്ന്. ആഹാ ആഹാ. അല്ല പിന്നെ ഒന്ന് മരിക്കാന്ന് വെച്ചപ്പോ അതും സമ്മതിക്കുകയല്ലേ. ഇനി എങ്ങനെ മരിക്കും? ഇനി ഒരൊറ്റ മാർക്കോള്, ഈശ്വരനെ ധ്യാനിക്കുക. ദൈവത്തെ ധ്യാനിച്ച് പ്രത്യക്ഷപ്പെടുത്തിയിട്ട് എന്ന് മരിക്കുമെന്ന് ചോദിക്കാം. അതേ നീ രക്ഷയുള്ളൂ. ആഹാ, പ്രത്യക്ഷപ്പെടോ ദൈവമേ. മകനെ, ആരാണ് ശല്യപ്പെടുത്തുന്നത്? മകനെ. അയ്യോ ദൈവമാണോ? എന്റെ ദൈവമേ, ഞാൻ രക്ഷപ്പെട്ട്. ദൈവമേ, എനിക്ക് വലിയൊരു പ്രശ്നമാണ്. എന്താ പ്രശ്നം? എന്റെ വീട്ടിൽ ഭയങ്കര കടവും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പല പ്രാവശ്യം, എന്നിട്ടൊന്നും ഞാൻ മരിക്കുന്നില്ല. ഒരുപാട് ആത്മഹത്യാ പ്രശ്നങ്ങൾ കാരണം ഒരുപാട് കുറ്റങ്ങൾ എൻ്റെ പേര് പോലീസ് സ്റ്റേഷനിലും കിടപ്പുണ്ട്. എനിക്ക് എങ്ങനെയാലും ഒന്ന് മരിക്കണം. എനിക്ക് കറക്റ്റായിട്ട് ഒരു വിവരം അറിഞ്ഞാൽ കൊള്ളാം ദൈവമേ. അപ്പൊ നിനക്ക് മരിക്കണം. ഞാൻ എന്ന് മരിക്കും, എപ്പം മരിക്കും, ഏത് സമയത്ത് മരിക്കും എന്ന് കറക്റ്റായിട്ട് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ശരി, അപ്പോൾ അതാണ് നിന്റെ പ്രശ്നം. അതെ അതെ. ഒരു മിനിറ്റ്. ആഹാ, മൊബൈലൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര സെറ്റപ്പ് ആണല്ലോ. പിന്നെ അല്ലാതെ എന്നാ റേഞ്ച് ആണെന്നറിയാവോ? എങ്ങോട്ടപ്പോ വിളിക്കുന്നത്? സ്വർഗം. വിളിക്ക്. ഹലോ ഹലോ, ആ സ്വർഗമല്ലേ? അതെ സ്വർഗമാണ്. ബ്രഹ്മാവ് തന്നെയാണോ? ബ്രഹ്മാണല്ലോ. പ്രഭു, ഒരു കാര്യം അറിയാൻ വേണ്ടിയാ ഞാൻ വിളിക്കുന്നത്. എന്താണ് കാര്യം മകനെ? അതെ, ഞാൻ ഭൂമിയിലെത്തിയ ഒരു ദേവനാ കേട്ടോ. ഒരു വരം കൊടുക്കാൻ വന്നതാ. മരവോ? അവനിപ്പോ വരമല്ല, വരം. അതെ, അവനിപ്പോ മരണം വേണമെന്നാ പറയുന്നേ. മരണവരം. അതെ പ്രഭു, ഒരു ഹെൽപ്പ് വേണം കേട്ടോ. നമ്മുടെ ആ ജനന മരണ രജിസ്റ്ററൊക്കെ ഇല്ലേ, അതെടുത്തിട്ട് ഇവൻ, അതായത് ഞാൻ അഡ്രസ് തരാം, ഇവൻ എപ്പം മരിക്കും, ഏത് ദിവസം മരിക്കും, അതിന്റെ ഡേറ്റും ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് തരണം. അവന്റെ അഡ്രസ് ചോദിക്കൂ. ഓക്കെ. അഡ്രസ് പറഞ്ഞു കൊടുക്ക്. ഹലോ ആനക്കോഴി ആനന്ദൻ. പരിതാപക്കോഴി വിയോ. തോട്ടുംകര. ഓക്കെ. പ്രഭു, അഡ്രസ് ഒക്കെ കിട്ടിയല്ലോ. അപ്പൊ ആ സമയം അവനോട് പറയൂ. അടുത്ത മാസം 5-ാം തീയതി രാവിലെ 10:30 കട്ടപ്പന സൂപ്പർ ഫാസ്റ്റ് ഇടിച്ച് അവൻ മരണപ്പെടും എന്ന് അവനോട് പറയൂ. ശരി പ്രഭു. എന്താ പറഞ്ഞത്? മനസ്സിലായില്ലേ? ഇല്ല. അടുത്ത മാസം 5-ാം തീയതി ബുധനാഴ്ച കട്ടപ്പനന്ന് വരുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ഇടിച്ച് നീ മരിക്കും. അപ്പൊ ഞാൻ 5-ാം തീയതി മരിക്കത്തോളൂ? തീർച്ചയായിട്ടും മരിക്കും. 5-ാം തീയതി മരിക്കത്തോളൂ?
അതിനിപ്പുറം ഞാൻ മരിക്കത്തില്ല. എടാ ആര് നിന്നെ തല്ലിക്കൊന്നാലും നീ മരിക്കത്തില്ല. നേരാണോ? സത്യമായിട്ടും. എന്റെ ദൈവമേ, ഞാൻ രക്ഷപ്പെട്ട്. അപ്പൊ ശരി കേട്ടോ, എല്ലാം പറഞ്ഞ പോലെ. എന്നാ അങ്ങനെ ആട്ടെ. ശരി. അയ്യോ, ദൈവം പോയോ? എന്തൊരു ഇടപാടാണ്. ഏതായാലും നല്ല ഒരു വരവാ കിട്ടിയിരിക്കുന്നത്. ഇനി ഒരു വിലസാ. എവിടെ പോവാ? ചുമ്മാ നടക്കാൻ ഇറങ്ങിയ ആണോ? ഞാനിങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ അന്വേഷിച്ച് ഇരിക്കുകയായിരുന്നു. ഒരു സംഭവം കൊടുക്കാനുണ്ടായിരുന്നു. ഇതെന്നാ കല്യാണം വല്ലാണോ? അയ്യോ, കല്യാണക്കുറിയൊന്നും അല്ല. പിന്നെ എന്റെ മരണക്കുറിയാ. മരണക്കുറിയോ? അതെ അതെ, മരണക്കുറിയും കയ്യിൽ അടിച്ചോണ്ട് കിടക്കും. അതെ അതെ, ഞാൻ 5-ാം തീയതി മരിക്കും. ഏത് 5-ാം തീയതി? ഈ വരുന്ന 5-ാം തീയതി ഞാൻ മരിക്കും. ആര് പറഞ്ഞു മരിക്കുമെന്ന്? എനിക്ക് ദൈവം ഒരു വരം തന്നിരിക്കുക. ദൈവം വരം തന്നോ? അതെ. മരിക്കുമെന്നും പറഞ്ഞു. അതെ, മരിക്കുമെന്ന് പറഞ്ഞ് എനിക്കൊരു വരം തന്നിരിക്കുക. താൻ ഈ മരണക്കുറി എഴുതിക്കൊണ്ട് നടക്കുക? അതെ അതെ അതെ. നോക്കട്ടെ. വായിച്ച്. സുഹൃത്തെ, ബന്ധുമിത്രാദികളെ, വരുന്ന 5-ാം തീയതി ഞാൻ കട്ടപ്പന സൂപ്പർഫാസ്റ്റ് ഇടിച്ച് മരിക്കുന്നതാണ്. എല്ലാവരും എന്റെ മരണത്തിൽ പങ്കെടുത്ത് എന്റെ ശവമടക്ക് വൻപിച്ച വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നതാടാ ഇത്? ശവമടക്കിന് ശേഷം വീട്ടിൽ നടക്കുന്ന ചായ സൽക്കാരത്തിലും പങ്കെടുക്കണം എന്നാനപ്പാറ ആനന്ദൻ. നീ എന്നതാണ് ആനന്ദൻ ഈ പറയുന്നേ? നീ എന്നതാ ഈ പറയുന്നേ? ഞാൻ 5-ാം തീയതി മരിക്കുള്ളൂ. നീ 5-ാം തീയതി മരിക്കുള്ളൂ? ഞാൻ ഒരുപാട് പ്രാവശ്യം മരിക്കാൻ വേണ്ടി പല പണികളും ചെയ്തു നോക്കിയതാ. ഇതൊന്നും നടന്നില്ല. ലാസ്റ്റ് ഞാൻ ദൈവത്തിനെ പ്രാർത്ഥിച്ചു. ദൈവം പ്രത്യക്ഷപ്പെട്ട് എനിക്കൊരു വരം തന്നിരിക്കുക. നിനക്ക് തലയ്ക്ക് വട്ടാണോ? നീ 5-ാം തീയതി മരിക്കുള്ളൂ. അതിനിപ്പുറം എന്നെ എന്ത് ചെയ്താലും ഞാൻ മരിക്കത്തില്ല. അതിന് മുമ്പ് നീ എന്നെ മരിക്കത്തില്ല. ഒന്നും ചെയ്താലും ഉറപ്പ്. കാരണം ചേട്ടന് വെട്ടുണ്ടോ? വെട്ടുണ്ടോ? എന്നാ ഒരു കാര്യം ചെയ്യും. നീ 5-ാം തീയതി മരിക്കുള്ളൂ. മരിക്കുള്ളൂ. ഞാൻ നോക്കട്ടെ. ശരിയാ, നീ 5-ാം തീയതി മരിക്കുള്ളൂ അല്ലേ? മരിച്ചോ? ഇല്ല. എവിടുന്ന് കിട്ടിയ ഒരുപാട് അസ്ഥിയൊക്കെ ഓടിക്കുന്നേ ഉള്ളൂ. നീ 5-ാം തീയതി മരിക്കുള്ളൂ അല്ലേ? 5-ാം തീയതി മരിക്കുള്ളൂ. ഞാൻ പോട്ടെ. ശരി. എന്നാ അടിയാടാ വേദനയാ. ചേട്ടാ, എന്തു പറ്റി? എന്തെങ്കിലും അസുഖമാണ്? ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോകാം. അസുഖമൊന്നുമില്ല. പിന്നെ ഒരുത്തൻ ഒരു പരീക്ഷണം ചെയ്തതാ. എനിക്കിട്ടൊന്ന് പരീക്ഷിച്ചതാ. ഞാൻ അവരുമായിട്ടൊരു വെറ്റ് വെച്ചു. വെറ്റല്ല, സത്യമായിട്ട് നടന്ന സംഭവം. ചേട്ടാ, ഞാൻ മരിക്കാൻ വേണ്ടി എനിക്ക് വീട്ടിൽ ഭയങ്കര കടവാ. കടം കയറി എന്നാൽ മരിച്ചേക്കാന്നും കൊണ്ട് ഞാൻ പല പ്രാവശ്യം മരിക്കാൻ വേണ്ടി പല പണികളും ചെയ്തു നോക്കി. ഞാൻ മരിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ ദൈവത്തെ വിളിച്ചു, പ്രാർത്ഥിച്ചു. ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദൈവം എനിക്കൊരു വരം തന്നു. ഈ മാസം 5-ാം തീയതി ഞാൻ മരിക്കുമെന്ന്. വരം കിട്ടി. പിന്നെ ഇതൊക്കെ ഈ കാലത്ത് ആരാ വിശ്വസിക്കുന്നത്? അല്ല ചേട്ടാ, ഈ മാസം 5-ാം തീയതി കട്ടപ്പനയിൽ നിന്ന് വരുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ഇടിച്ച് എന്നെ പെട്ടിക്കകത്ത് അടുക്കുമെന്നാ പറഞ്ഞത്. അതിനിപ്പുറം ചേട്ടൻ മരിക്കത്തില്ലെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അതായത് അതിനിപ്പുറം ഞാൻ മരിക്കത്തില്ല. എന്നെ എന്ത് ചെയ്താലും ഞാൻ മരിക്കുകയെന്നാ പറഞ്ഞത്. ഇത് എന്റെ മരണക്കാരനാ. മരണക്കുറിയാ. സുഹൃത്തെ, ബന്ധുമിത്രാദികളെ, ഈ ഇതൊക്കെ ചുമ്മാ അരിയാട്ടാ. ഞങ്ങളെ കളിപ്പിക്കാൻ നോക്കല്ലേ. എന്നെ എന്ത് ചെയ്താലും ഞാൻ മരിക്കത്തില്ല. മരിക്കത്തില്ലേ? എന്ത് ചെയ്താലും. അതായത് ഇപ്പൊ ചേട്ടൻ എന്നെ ചവറ് പോലെ എടുത്തിട്ട് ഇടിച്ചല്ല, എന്നിട്ട് ഞാൻ മരിച്ചോ? എന്ത് ചെയ്താലും മരിക്കത്തില്ല. നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. നീ നല്ല ഗീറ് കൊടുക്കും. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്താ ചേട്ടൻ മരിക്കത്തില്ലെന്നാണ് പറയുന്നത്? അല്ലേ? മരിക്കത്തില്ല. നല്ല ഗീറ് കൊടുത്തു. കിട്ടിയ അവസരം. കുഞ്ഞു കിടക്കണ നമ്മളെ കളിപ്പിക്കാൻ കേട്ടോ? ചത്തടാ. ഇതിലും വേഗം മരിക്കുന്നതായിരുന്നു. എന്റെ ദൈവമേ, 5-ാം തീയതി വരെ കാത്തിരിക്കട്ടെ. എന്നെ ഇപ്പൊ തന്നെ അങ്ങ് വിളിച്ചോളോ. എന്റെ കാലേ ചവിട്ടാതൊക്കെ നിങ്ങൾ ഈ ക്യൂവിലൊക്കെ ഞങ്ങളെ
എടാ ഞങ്ങൾ രാവിലെ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങി നിങ്ങൾ ചുമ്മാ കിടന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. ഡോക്ടറെ കാണാൻ വേണ്ടി ഞാൻ രാവിലെ വന്ന് ചീട്ട് എടുത്തല്ലേ. കമ്പൗണ്ടർ ഇവിടെ താനവിടെ എന്തിനൊക്കെയാണ്? ഞാൻ നേഴ്സുമായി ഇഞ്ചക്ഷൻ ചെയ്ത് കളിക്കുകയാണ്. ഒരുത്തങ്ങനെ നേഴ്സുമാർ ഇഞ്ചക്ഷൻ ചെയ്ത് കളിക്കുന്നു. എടാ ഇഞ്ചക്ഷൻ ചെയ്ത് കളിക്കുന്നത് കൊള്ളാം, അവിടെ രാസപ്രവർത്തനമൊക്കെ ഞാൻ പറഞ്ഞേക്കാം. സിസ്റ്റർ സൂസി ഇപ്പോൾ ഏത് റൂമിലാണ്? ആ തകർക്ക് തകർക്ക്. കാശുള്ള രോഗികളെ കയറ്റി എന്നെ ഇടപാടാണ് കാണിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്ന നമസ്കാരം ഡോക്ടർ. നമസ്കാരം. അവിടെ ഇരിക്കട്ടെ, വന്ന കാര്യം പറ. എന്റെ പൊന്നു സാറേ, ഞാൻ വളരെ നീർന്ന പ്രശ്നമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെ? നീർന്ന പ്രശ്നമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ശരി, നീ രാവിലെ കട്ടകാരം മുളക് കഴിച്ചോ? അതല്ല എന്റെ പൊന്നു ഡോക്ടർ. പിന്നെ ഡോക്ടർ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് എന്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ലേഡീസ് ഹോസ്റ്റലാണ്. ഇവിടെ അത് നല്ല കാര്യമല്ലേ? എന്റെ പൊന്നു സാറേ, ഞാൻ പറയുന്ന സാർ ആദ്യം കൊണ്ട് കേക്ക്. അതായത് എന്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അതായത് ലേഡീസ് ഹോസ്റ്റലാണ്. നിന്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ലേഡീസ് ഹോസ്റ്റലാണ്? അതെ, ലേഡീസ് ഹോസ്റ്റലാണ്. ഈ ഹോസ്റ്റലിനും എന്റെ വീടിനും ഇടയ്ക്കായിട്ട് ഒരു മതിലുണ്ട്. അത് ഹോസ്പിറ്റലിലും വീടിന് ഇടയ്ക്കായിട്ട് ഒരു മതിലുണ്ട്. ഒരു മതിലുണ്ട്. ഈ മതിൽ കാരണം എനിക്ക് ആ പെൺകുട്ടികളെ ഒന്നും കാണാനേ പറ്റുന്നില്ല. ഈ മതിലാണ് പ്രശ്നം. ഈ മതിലാണ് ഞാൻ ഈ പെൺകുട്ടികളെ കാണാൻ വേണ്ടി ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഈ പെൺകുട്ടികളെ കാണാൻ വേണ്ടി എന്റെ വീടിന്റെ നേരെ മുറ്റത്ത് തന്നെ ഒരു തെങ്ങ് നിപ്പുണ്ട്. ഞാൻ ഈ തെങ്ങിലോട്ട് പയ്യെ 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 അങ്ങോട്ട് കയറും. എന്തിനാ? പെൺപിള്ളേരെ കാണാൻ. ഈ തെങ്ങ് ഇങ്ങനെ പയ്യെ കയറി കയറി എന്റെ കാൽ ഭാഗത്താകുമ്പം പെൺപിള്ളേരാരും എന്നെ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. അത് ശരി. അതെ, എന്നിട്ട് കാൽഭാഗത്താകുമ്പോ പെൺപിള്ളേരെ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ പയ്യെ ഇച്ചിരൂടെ കയറി തെങ്ങിന്റെ ഒരു അരഭാഗമോ പെൺപിള്ളേരെല്ലാം ഭയങ്കര പൊട്ടിരിയ. അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല ഡോക്ടർ. അതായത് ഈ തെങ്ങിന്റെ കാൽഭാഗത്ത് കുഴപ്പമില്ല, കാൽഭാഗമ്പോ ഒരു കുഴപ്പമില്ല. തെങ്ങിന്റെ പകുതിയാകുമ്പോൾ കുഴപ്പം. പകുതിയാകുമ്പോ പെൺപിള്ളേരെല്ലാം പൊട്ടിച്ചിരിക്കുക. അപ്പൊ തെങ്ങിന്റെ പകുതിക്കാണ് കുഴപ്പമില്ല. അതെ, തെങ്ങിന്റെ പകുതിക്കാണ് കുഴപ്പം. ഇതൊക്കെ എന്നോട് പറയണ്ടേ? അത് ശരി, അതുകൊണ്ടാണല്ലോ ഞാൻ ഡോക്ടറെ തപ്പി ഇങ്ങോട്ട് വരെ വന്ന. ഒരു കാര്യം ചെയ്യ്, നല്ലൊരു മരുന്ന് തരാം കേട്ടോ. ശരി ശരി. അത് ശരി, മരുന്നിന്റെ പേരാണിതല്ലേ? കോട്ടയം അയ്യപ്പാസ്. ഇതേത് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും? ഇവിടെ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടിയല്ല. പിന്നെ നീ അങ്ങോട്ട് പോകുമ്പോ അപ്പുറത്ത് കോട്ടയം അയ്യപ്പാസ് ഒരു തുണിക്കടയുണ്ട്. അവിടെ ചെന്ന് ചോദിക്കണം ജട്ടി ഉണ്ടോന്ന് ചോദിക്കണം. ഇനി തെങ്ങി കയറുമ്പോ ജട്ടി ഇട്ടേ കയറാവൂ. എന്നാ ഇടപാടാണ് എന്റെ പേര്. എടോ എന്നാ ഇടപാടാണോ കാണിക്കുന്നത്? എന്റെ പൊന്നു ഡോക്ടറെ, ഞാൻ ഓരോരുത്തരെ കയറ്റി വിടാം. എല്ലാരും ഇങ്ങോട്ട് മാറി പറയുന്നത് ഞാൻ ഓരോരുത്തരെ പറഞ്ഞു വിടാം. 10 മണിയായി. നമസ്കാരം ഡോക്ടർ. ഓ നമസ്കാരം. അവിടെ ഇരിക്കട്ടെ, വന്ന കാര്യം മനസ്സിലായി. ഇങ്ങോട്ട് വന്നേ. എനിക്കറിയാം, ഒന്നും പറയണ്ട. എനിക്കറിയാം. പറയത്തിരി ശ്വാസം വലിച്ചോട്ടെ. എനിക്കറിയാം കുട്ടി, എനിക്ക് മനസ്സിലായി പറഞ്ഞ പുഴിക്കടി. എനിക്കല്ല ഡോക്ടർ, പിന്നെ എന്റെ അപ്പനാ. അപ്പനാ രോഗം? മണ്ടാരോട് അങ്ങോട്ട് മനുഷ്യന്റെ കൺട്രോളും കളി. ഇത് മേടിച്ച് കഴിച്ചാൽ മതി, കൊണ്ടുപോ. മണ്ടാരോട് അങ്ങോട്ട് എന്നെ ഇടപാടാണെന്ന് നോക്കണേ. താങ്ക് യു ഡോക്ടർ. കമോണ്ടറേ. എന്റെ പൊന്നു ഡോക്ടർ, ഇവിടെ ഒരുത്തനോട് നിപ്പുണ്ട്, അവനെ കൂടെ ഒന്ന് കയറ്റി വിടാം. മണ്ടാരോട് അങ്ങോട്ട് കാലാന്ന് ഡോക്ടറെ കാലാണ്. എന്റെ പൊന്നു ഡോക്ടറെ, അതല്ല കുഞ്ഞല്ലേ ഡോക്ടർ ഭ്രാന്തൻ. ഡോക്ടർ ഭ്രാന്തനോ? എന്റെ അപ്പച്ച ഡോക്ടർ ഭ്രാന്തനല്ല, പിന്നെ ഡോക്ടർ PR അനന്തൻ. എനിക്കൊരു കോമയിടാൻ വിട്ടുപോയതാ. അപ്പൊ നമ്മൾ തന്നെയാണ് ഡോക്ടർ കേട്ടോ. ഇതൊക്കെ കണ്ടറിയില്ല, ഇതൊക്കെ ഞാൻ കണ്ട, ഇതൊക്കെ കണ്ടാൽ അറിയില്ലേ നമ്മളാണ് ഡോക്ടർ അറിയാൻ. അതൊക്കെ ഇവിടെ വന്ന കാര്യം പറ. എന്റെ പൊന്നു ഡോക്ടറെ, ഭയങ്കര ശ്വാസം മുട്ടല്, ഭയങ്കര വലിവാണ്, ഭയങ്കര വലിവും ശ്വാസം മുട്ടല് എല്ലാം കൂടെ. അതൊക്കെ ഇവിടെ കൂടാരം കൊണ്ടുവന്നില്ലേ? എന്റെ പൊന്നു ഡോക്ടറെ, ഈ വയസ്സായ കാലത്ത് കൂടാരൊക്കെ പൊക്കിക്കൊണ്ടുവരാൻ പറ്റുമോ? എന്റെ അപ്പച്ച അതല്ല പറഞ്ഞത്. അപ്പച്ച കൂട്ടിന് ആളെ കൊണ്ടുവന്നില്ലേന്ന്. കൂട്ടിന് ആളെ കൊണ്ടുവരാൻ പറ്റിയില്ല. ഒരു മോളുണ്ട്, അവള് നേഴ്സാ. ഗുജറാത്തിലല്ലേ? ഗുജറാത്തിൽ നേഴ്സാണ്. പക്ഷേ അവൾക്ക് മാസം 2000 രൂപ ശമ്പളമുണ്ട്. അവൾ മിടിക്കുക. മാസം 6000 രൂപ വീട്ടിലോട്ട് അയച്ചു തരും. അപ്പൊ കൊച്ചുപോലെ മിടിക്കുക. അതൊക്കെ പോട്ടെ, അപ്പച്ചന്റെ ഈ രോഗം വേറെ ഡോക്ടർമാരൊന്നും കാണിച്ചില്ലേ? പിന്നെ ഞാൻ ഡോക്ടർ മൂർത്തിയെ കാണിച്ചു. അയ്യോ എന്റെ അപ്പച്ചല്ലേ വിവരക്കേട് കാണിക്കൂ. അവനൊക്കെ വിവരക്കേടല്ലേ പറയൂ. വിവരക്കേട് പറഞ്ഞല്ലേ? എനിക്കറിയാൻ പറയുന്നു. അവൻ എന്നാ വിവരക്കേടാ പറഞ്ഞത്? അവൻ പറഞ്ഞ് മോനെ വന്ന് കാണാൻ പറഞ്ഞു. അല്ല ഇപ്പൊ ചെറിയ വിവരമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും പേടിക്കണ്ട, അപ്പച്ചന്റെ രോഗം ഞാൻ മാറ്റിത്തരാം. അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഒരു മരുന്ന് കുറിച്ച് തരാം കേട്ടോ. എന്നാ വേഗം കുറിച്ചു.
ഇവിടെ അതല്ല എന്റെ അപ്പച്ച അതല്ല പറഞ്ഞത്. പിന്നെ അപ്പച്ച പുറത്തേക്ക് ഞാൻ മരുന്ന് കുറിച്ച് തരാമെന്ന് പുറത്തോന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ പുറത്തോട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒന്ന് പരിശോധിക്കാം കേട്ടോ. അപ്പച്ചന്റെ രോഗം ഞാനൊന്ന് കണ്ടുപിടിക്കാൻ നോക്കട്ടെ. ഇതെങ്ങനെ വെക്കുന്നൊരു ഇങ്ങനെയാണ് അപ്പച്ച. അപ്പൊ ഞാൻ പറയുമ്പോ ശ്വാസം വലിച്ചു വിടണം കേട്ടോ. അടുത്ത് നിന്നേ, ഇങ്ങോട്ട് അടുത്ത് നിന്നേ. ആ വലിച്ചു വിട്ടേ, ആഞ്ഞു വലിച്ചേ, വിട്ടേ, ആഞ്ഞു വലിച്ചേ, വിട്ടേ, വിടൂ. എപ്പോഴേ വിട്ട് എന്നിട്ട് ഞാൻ കേട്ടില്ലല്ലോ. ഇതാ പറയുന്നേ.